ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ കുറേ അമ്പലങ്ങളിലെ ഫാമിലി, നമ്മുടെ കരയോഗത്തിലുള്ള ആൾക്കാരെല്ലാവരും ഒരുമിച്ച് ട്രാവലറിൽ നമ്മളെല്ലാവരുടെ യാത്ര പോകുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് തന്നെ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലായിരുന്നു. അങ്ങനെ കുറേ അമ്പലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ 1 by 1 ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നത്. ഒരുപാട് കേട്ടിട്ടുണ്ട്, പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേനും തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാ അമ്പലങ്ങളിലും സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കായിരുന്നു. എന്നാൽ നല്ലതായിട്ട് തൊഴാനും പറ്റി. അങ്ങനെ കരിക്കകത്ത് ദേവിയെ കണ്ട് തൊഴുതിറങ്ങി ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ നേരെ നമ്മൾ പോകുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. 2 മണിക്കൂർ ഞങ്ങൾ ക്യൂവിൽ നിന്നാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടിയത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തൊഴുതിറങ്ങി. അടുത്ത് നമ്മൾ നേരെ പോയത് ആഴിമല ശിവക്ഷേത്രത്തിലാണ് കേട്ടോ. ഇവിടെ നമ്മൾ 2-3 വട്ടമായിട്ട് വരുന്നു. നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ എത്തുമ്പോഴത്തേനും. അങ്ങനെ അവിടെ ക്ഷേത്രം അടച്ചുപോയി. എന്നാലും നമ്മൾ അകത്ത് കയറി ശിവൻ്റെ ആ ഒരു വിഗ്രഹമൊക്കെ കണ്ട് അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് ബീച്ചിലൊക്കെ ഇറങ്ങി. അങ്ങനെ ആഴിമലയിൽ നിന്ന് ഞങ്ങൾ നേരെ ചെങ്കല്ല് ക്ഷേത്രത്തിലേക്ക് പോകാമെന്നാണ് കരുതിയത്. പക്ഷേ അവിടെ ക്ഷേത്രമെല്ലാം അടച്ചു പോയി. നമുക്ക് കന്യാകുമാരി വരെ എത്താനുണ്ട്. അതിന് മുന്നേ ഞങ്ങൾ മണ്ടക്കാട് ദേവി ക്ഷേത്രം അവിടെ ഇറങ്ങി കേട്ടോ. അവിടുത്തെ ബീച്ചിൽ നമ്മൾ വന്നപ്പോൾ തന്നെ തിരമാലയൊക്കെ ഭയങ്കര പതഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുൾ ഇങ്ങനെ പതഞ്ഞ് വന്ന് കാലിലടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കും ക്ഷേത്രം തുറക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ തൊഴുത് അവിടെയൊക്കെ പൂജക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വെച്ചു. 5:30 ആയപ്പോഴത്തേനും തൊഴുതും ദേവിയെ നല്ലതായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ നല്ല ലാഭത്തിൽ സാധനം കിട്ടും കേട്ടോ. കമ്മലുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ജാനു അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പറക്കിയെടുത്തു. ഇവിടെ നല്ല ലാഭത്തിൽ കിട്ടിയെന്താണെന്നറിയാമോ? 5 മാല 100 രൂപ. അത് മാല നല്ല കിടിലൻ മാല. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഗോൾഡൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പം പെൺമക്കൾക്ക് നല്ലതായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ നല്ല കിടിലൻ നല്ല ക്വാളിറ്റിയുള്ള മുത്തൊക്കെയുള്ള മാലയാണ് കേട്ടോ. അത് 5 100 രൂപ കിട്ടിയപ്പോൾ നല്ല ലാഭമായിരുന്നു. പിന്നെ അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ നേരെ ഇറങ്ങി. ആകെ മൊത്തം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ എവിടെയൊക്കെ പോയാലും തിരക്കുണ്ട്. സൺഡേ ആയതുകൊണ്ട് തിരക്കുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും നല്ല ദർശനം എല്ലാം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ കന്യാകുമാരിയിലേക്കാണ് പോകുന്നത് കേട്ടോ. കന്യാകുമാരി ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും സന്ധ്യയായി. അസ്തമനം കഴിഞ്ഞു ഞങ്ങൾ എത്തിയപ്പോഴത്തേനും. അത് മിസ്സായിപ്പോയി. പിന്നെ അവിടെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റില്ല. കുറേ ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കന്യാകുമാരി ദേവിയെ കയറി കണ്ട് തൊഴുതു. ഞാൻ ആദ്യമായിട്ടാണ് ആ ക്ഷേത്രത്തിൽ കയറുന്നത് കേട്ടോ. നമുക്ക് മെയിനായിട്ട് അമ്പല ദർശനം ആയതുകൊണ്ട് തന്നെ അമ്പലങ്ങളെല്ലാം നമ്മൾ തൊഴണമല്ലോ. സാധാരണ നമ്മൾ കന്യാകുമാരിയിലൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ ബീച്ചിൽ പോയി എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്തവണ ബീച്ചൊന്നും അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കന്യാകുമാരി ദേവിയെ കണ്ടു. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ഒരുപാട് ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങളുണ്ട് കേട്ടോ. കടകൾ ഒരുപാടുണ്ടല്ലോ, പോയിട്ടുള്ളവർക്കറിയാം. ഡ്രസ്സാണെങ്കിലും നമുക്കതുപോലെ തന്നെ ഈ പേളിൻ്റെ മാലയും കമ്മലും ഒക്കെ നല്ല ലോ കോസ്റ്റിൽ നമുക്ക് കിട്ടും. അവരുടെ ബാർഗെയിൻ ചെയ്ത് നമുക്ക് മേടിക്കാൻ പറ്റും. 50 രൂപ പറഞ്ഞാൽ 40 രൂപയ്ക്ക് തരുമെന്ന് വെച്ചാൽ വേണമെങ്കിൽ നമ്മൾ തിരിച്ച് നടക്കുവാണെങ്കിൽ 30 രൂപയ്ക്ക് 20 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ് അവർ നമ്മളെ വിളിക്കും. അങ്ങനെയായിട്ട് നമുക്ക് സാധനങ്ങൾ ലാഭത്തിൽ നമുക്ക് കന്യാകുമാരി വാങ്ങിക്കാൻ പറ്റും. പലാസോ പാൻറ്റൊക്കെ ഒരുപാട് ഓഫറിൽ കിടക്കുന്നുണ്ട്. അറിയില്ല സ്റ്റിച്ചിങ്ങൊക്കെ ഫിനിഷ് ആണോന്ന് അറിയില്ല. പക്ഷേ കൊള്ളായിരുന്നു ആകെ. പിന്നെ നമ്മൾ ഈ പാർക്കിൽ കയറി കേട്ടോ. കുഞ്ഞു പിള്ളേർക്കൊക്കെ കളിക്കാനൊക്കെ ഉള്ള സ്ലൈഡ്സും സീസോയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പാർക്കിൽ കയറി. നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെയും കന്യാകുമാരി നല്ല തിരക്കായിരുന്നു. അങ്ങനെ ബാലുവും ജാനുവും കൂടി പാർക്കിലൊക്കെ ഇരുന്ന് കളിച്ചു. ഞാനപ്പോൾ ഈ മതിലിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. ഈ എണ്ണ എന്താണ് ഇങ്ങനെ കറുകറാന്നിരിക്കുന്നതെന്ന് അറിയില്ല. ആൾക്കാരൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി. പണ്ടൊരിക്കൽ ഒരു ഉത്സവപ്പറമ്പിൽ നിന്ന് ഞാനത് കഴിച്ചത് ഞാൻ ഓർത്തുപോയി. അന്ന് ഇങ്ങനത്തെ എണ്ണയൊന്നും ആയിരുന്നില്ല. എന്നാലും അയ്യോ അന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടല്ലോ എന്ന് തന്നെ ഓർത്തപ്പോൾ എനിക്ക് പേടിയായി. ഫുള്ള് കറുത്തിട്ടുള്ള എണ്ണ. ബീച്ചൊക്കെ ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഇരുട്ടായിരുന്നേ. ഇപ്പോൾ വന്നപ്പോൾ സങ്കടം തോന്നി. അയ്യോ കന്യാകുമാരി ബീച്ചൊന്നും നേരെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. പക്ഷേ ആ സങ്കടം വെച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി കേട്ടോ. കാരണം അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങിയപ്പോഴത്തേനും എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്പലം നല്ല രസമുണ്ട്. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു ആർക്കിടെക്ചർ പോലൊക്കെ തന്നെയാണ്. പുരാതന കാലത്ത് നിർമ്മിച്ച ക്ഷേത്രം ആയതുകൊണ്ടാണെന്നോ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ബാലുവും ജാനും എന്തായാലും സന്തോഷമായിട്ട് എവിടെ പോയാലും സ്ലൈഡ് കിട്ടുവാണെങ്കിൽ ബാല ഹാപ്പി. ബാല അതങ്ങ് എക്സ്പ്ലോർ ചെയ്തോളും. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കന്യാകുമാരി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി ക്ഷേത്രം വരെ ഏതാണ്ട് 3 കിലോമീറ്ററെങ്കിലും വരും. നമ്മൾ നടന്ന് കിണ്ടിയ കേട്ടോ. ജാനുവൊക്കെ തളർന്ന് പണ്ടാരടങ്ങി ദേഷ്യപ്പെട്ടൊക്കെയാണ് പോകുന്നത്. എന്ന് തളർന്ന് ഊപ്പാട് വന്നു അവളുടെ. ഗായ്സ് നമ്മളങ്ങനെ കന്യാകുമാരി ദേവി ക്ഷേത്രത്തിലൂടെ ഇങ്ങനെ കണ്ടോ. കന്യാകുമാരി ദേവി കന്യാകുമാരി കേട്ടിട്ടില്ലേ സിനിമ? നമ്മൾ നടക്കുകയാണേ. ഈ ഇത്തവണത്തെ വീഡിയോയിൽ ഒന്നിലും പോലും നമുക്ക് നേരാവണം ഒന്നും പറയാനോ ക്യാപ്ചർ ചെയ്യാനോ പറ്റിയിട്ടില്ല. ഓട്ടമായിരുന്നു.
ചേച്ചിയിലെ ചെവിയിലൂടെ നിറഞ്ഞുകൊണ്ടല്ലേ. അങ്ങനെ നേരെ ഒരു ഇൻട്രോ പറയാൻ പറ്റിയില്ല. നേരെ ഒരു വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടാണെങ്കിൽ നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ വീട്ടിൽ എത്തിയപ്പോഴത്തേനും തളർന്ന് പണ്ടാരടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വണ്ടി യാത്രയാണെങ്കിലും നമ്മൾ അവിടെ ചെന്നിട്ടുള്ള നടത്തങ്ങളാണെങ്കിലും മൊത്തത്തിൽ നമുക്ക് ക്ഷീണം വന്നിട്ടുണ്ടായിരുന്നു. കന്യാകുമാരി ദേവിക്ക് നമ്മൾ പ്രസാദമല്ലല്ലോ, നമ്മൾ അങ്ങോട്ട് നിവേദ്യമായിട്ട് കൊണ്ടുപോകുന്ന താമരപ്പൂവും തുളസിയിലേക്ക് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരെണ്ണം എടുത്തു, അമ്മ ഒരെണ്ണം എടുത്തു. അമ്മ എടുത്തതിനകത്ത് അമ്മയ്ക്ക് സർപ്രൈസായിട്ട് നോൺ വെജ് താമരപ്പൂവായിരുന്നു. ഒരു പുഴുവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. അങ്ങനെ നമ്മളിതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി തളർന്ന് കേട്ടോ. നല്ലവർക്ക് ക്ഷീണിച്ചിരിക്കുക, എല്ലാവരും നല്ല വിശപ്പായി രാത്രി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം തമിഴ്നാട്ടിൽ തന്നെയുള്ള ഏതോ ഒരു ഹോട്ടലാണ്. അപ്പം ഫുഡ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നൂഡിൽസും പിന്നെ അൽഫാമാണ്, ഹാഫ് അൽഫാമും കൂടെ പറഞ്ഞേ. പിന്നെ ദോശയായിരുന്നു ബാലുവിന് പറഞ്ഞത്. ബാലു ദോശ നൂഡിൽസ് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ നൂഡിൽസ് എന്ന് പറഞ്ഞപ്പോൾ വിചാരിച്ചത് മാഗി എല്ലാം വരുമെന്ന്. പക്ഷെ അവൾക്ക് ഈ നൂഡിൽസിനോട് താല്പര്യമില്ല. ജാനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരെണ്ണം ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു. കാരണം രാത്രി ഒരുപാട് ലേറ്റായിട്ട് പിന്നെ ഫുഡ് വിശപ്പ് ഒന്ന് തീർക്കാൻ വേണ്ടി മാത്രം മതിയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ അങ്ങ് വീട്ടിലേക്ക് പോകുമായിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലാസ്റ്റ് ഞാൻ കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്തേക്കാം.